ഇവിടെ എനിക്ക് ഡയറക്റ്റായി താങ്കളോട് ചോദിക്കാനുള്ളത് രണ്ട് ചോദ്യങ്ങൾ മാത്രമാണ്. ഈ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ആന്റണിയും അടൂർ പ്രകാശും അല്ല എത്തിച്ചതെങ്കിൽ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കൊണ്ടുവന്നത്? ഈ പറയുന്ന ഗോവർദ്ധനെ അവിടേക്ക് കൊണ്ടുവന്നത് അത് പറയണ്ടേ ഹൈക്കമാൻഡ്? ഏത് സമയത്താണത്? ഏത് കാലഘട്ടത്തിൽ? ഡോക്ടർ ലാലേ, സോണിയാഗാന്ധി ദേവസ്വം മന്ത്രി ആയിരുന്നില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഇടപെടാണ്ടിരിക്കും, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ക്ഷമിക്കൂ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പരിഭ്രാന്തി എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം, ക്ഷമിക്കൂ. താങ്കൾ അത് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കാം. അല്ല, സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവർ ഈ പോറ്റി പോയ ചിത്രമുണ്ട്. അന്ന് പോറ്റി ഏത് കാലത്താണ് പോയെന്ന് ആലോചിക്കണം. ഒരാൾക്ക് ഇന്ന് സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആർക്ക് മുഖ്യമന്ത്രിയോടൊപ്പം പോലും ചിത്രമെടുക്കാം, പ്രധാനമന്ത്രിക്കൊപ്പം ചിത്രമെടുക്കാം. ഇതൊന്നും കോൺഗ്രസ് അല്ല വിഷയമാക്കിയത്. തോറ്റു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആ സോണിയാഗാന്ധിയുടെ ചിത്രം, ഇതൊക്കെ നമ്മൾ പണ്ടേ കണ്ടതാണ് കേട്ടോ. ഇത് മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് തന്നെ ഈ ചിത്രം പുറത്തു വന്നു. മുഖ്യമന്ത്രി അത് ഒന്നുകൂടി പറഞ്ഞേ ഉള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴേക്കും കോൺഗ്രസ് ഭയം വന്നു. അതാണ് താങ്കൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഭയം പോലെ കോൺഗ്രസ് ഭയം വന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ വളച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത്? ആ KC വേണുഗോപാലിനോട് മാധ്യമപ്രവർത്തകർ ഓടി നടന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടണ്ടല്ലോ, അവിടെ നിന്ന് പറഞ്ഞാൽ പോരെ? ഇതാ നോക്കൂ, കേൾക്കൂ, സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഇന്ന ദിവസമാണ് ഇവർ വന്നത്, ആദ്യം വന്നത്, രണ്ടാമത് വന്നത് ഈ ദിവസമാണ്, ഇവരൊക്കെ ചേർന്നാണ് അപ്പോയിൻമെൻറ്റ് എടുത്തു കൊടുത്തത്, ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. മൂന്നാമത്തെ കാര്യം, എന്ത് കാര്യത്തിനാണ് അവർ വന്നതെന്നും കൂടെ പറയണമല്ലോ. ഈ കാര്യത്തിനാണ് വന്നത്. ഇങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. എന്തുകൊണ്ട് KC വേണുഗോപാൽ കമാൻ ഒരു അക്ഷരം പറയുന്നില്ല? നോക്കൂ, ഇത് അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ ചുമ്മാ ഇപ്പം സോണിയാഗാന്ധിയുടെ പേരും വലിച്ചിടിച്ച് വരികയല്ലേ. അന്ന് പോറ്റിയൊന്നും ഇതിലൊന്നും ബന്ധപ്പെട്ട ആളല്ല. പോറ്റി എന്ന് കണ്ടു, സോണിയാഗാന്ധിയൊക്കെ കണ്ട ചിത്രമൊക്കെ ഉണ്ട്, അതൊക്കെ ശരി. ആ ചിത്രം അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായത് CPM ആണ്. സോണിയാഗാന്ധി CPM ഒന്നും അല്ലല്ലോ പോറ്റി പോയി കാണാൻ. അദ്ദേഹം അക്കാലത്ത് പോയി കണ്ടു, ആന്റണി കൊണ്ടുപോയി, അടൂർ പ്രകാശ്. അക്കാലത്തെ ശബരിമലയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടേ സാർ? ഈ പറയുന്ന 300 ഗ്രാമിന് രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ 300 ഗ്രാമിന്റെ സ്വർണം മാത്രം അന്വേഷിച്ചാൽ മതിയോ? ബാക്കി അറിയണ്ടേ? പഴയ കാര്യങ്ങൾ എന്തൊക്കെ തട്ടിക്കൊണ്ടുപോയി? അവിടെ പല പല കാര്യങ്ങൾ കാണാനില്ല എന്നുണ്ടല്ലോ. ഏത് കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങിയത്? അതിൽ സോണിയാഗാന്ധിക്ക് ഹൈക്കമാൻഡിന് ഒരു റോൾ ഇല്ല എന്ന് പറയേണ്ടത് ആരാണ്? ഹൈക്കമാൻഡ് പറയണ്ടേ? ഈ കള്ളൻ അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല, ഞങ്ങൾ ചർച്ച ചെയ്തത് വേറെ കാര്യമാണെന്ന് പറയണ്ടേ അവർ? നോക്കൂ, ഇങ്ങനത്തെ ചുമ്മാ അസംബന്ധ ചോദ്യങ്ങൾക്കൊന്നും കോൺഗ്രസ് ഉത്തരം പറയില്ല. ലാല് പരിഭ്രാന്തനാകാതിരിക്കൂ, ഞാൻ പറയട്ടെ. ലാലിന് പരിഭ്രാന്തി ആകാതിരിക്കൂ, ഞാൻ പറയട്ടെ. അങ്ങേക്ക് വെപ്രാളമുണ്ട്, നല്ല വെപ്രാളമുണ്ട് സാർ. വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും മുഖത്ത് കാണുന്ന വെപ്രാളം ഇന്നിപ്പോ എനിക്ക് N ശ്രീകുമാറിന്റെ മുഖത്ത് കാണാം. എൻ്റെ ലാലം ചുമ്മാ അതൊന്നും വിളിച്ചു പറയല്ലേ. ജയിച്ചിരിക്കുന്ന ഒരു മുന്നണിയുടെ സഹയാത്രികനാണ് ഞാൻ. തോറ്റ് തുന്നം പാടിയ ഒരു പാർട്ടിയുടെ മുഖചാനലിന്റെ അവതാരകനാണ് നിങ്ങൾ. പക്ഷേ ഈ ജയം നിങ്ങൾക്ക് തുടരാൻ സാധിക്കുമോ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, ഈ ചോദ്യങ്ങളുടെ ഉത്തരം പറയാതെ ജനങ്ങളുടെ മുമ്പിൽ അവരെ വിഡ്ഢികളാക്കിക്കൊണ്ട് KC വേണുഗോപാൽ ഒന്നും പറയില്ല എന്ന് ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചതുപോലെ അങ്ങനെ നാളെ തൊട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഹൈക്കമാൻഡ് ഒന്നും പറയാതെ മുന്നോട്ട് പോകുമോ? നോക്കൂ, തോറ്റ ഒരു പാർട്ടിയുടെ പാർട്ടിയും സർക്കാരും ഒക്കെ ഇതുപോലെ ഒരുപാട് കഥകൾ പറയും. അതിന് ഉത്തരം പറയില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ, നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ. അതായത് ഇവിടെ അടൂർ പ്രകാശനും അതുപോലെയൊക്കെ മറ്റാരൊക്കെ ആണല്ലോ കൊണ്ടുപോയെന്ന് പറഞ്ഞേ, ഒരു കേസെടുക്കുന്നേ. അവർക്കെതിരെ കേസ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു വ്യവസായിയുടെ ഒരു കാര്യം പറഞ്ഞു, SITയുടെ മുമ്പിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ വന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് സുരേഷ് കുമാറിനൊരു പരാതി കൊടുക്കാം, ജയേന്ദ്രനും പരാതി കൊടുക്കാം. പിന്നെ ജയേന്ദ്ര, ഇത് VD സസ്യം പറഞ്ഞല്ലോ നാളെ പടവിടുമെന്ന്. പടവിടുവോ ഇടാതിരിക്കുമോ എന്നുള്ളതൊക്കെ നാളത്തെ കാര്യം. പക്ഷേ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് ഞങ്ങൾ പാടും എന്ന് പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കുക. 5 വയസ്സായ കുഞ്ഞുവരെ പാടുക. കേസെടുക്ക്. എവിടെ പോയി സർക്കാർ? അതിപ്പോ അവർക്ക് ആ കേസിനേക്കാൾ വലിയ അവസരം വീണ് കിട്ടിയിരിക്കുകയാണ്. അവർക്ക് വലിയ അവസരം കിട്ടി. അവർ ആ പാട്ടിന് പകരം വേറെ പാട്ട് ഇറക്കിയിട്ടുണ്ട്. നേരത്തെ സുരേഷ് കുമാർ പാടിയല്ലോ, വേറെ അത് 3ാമത്തെ വേറെ പാട്ടാണെന്ന് തോന്നുന്നു. പോറ്റിയെ കയറ്റിയെ, സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയെ എന്നുള്ള സുരേഷ് കുമാർ ഒരു കവിയായിട്ടുണ്ട്. സുരേഷ് കുമാർ, താങ്കൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ പുതിയ കഥകളൊക്കെ ചേർത്ത് പുതിയ പാട്ടുകൾ ഇറക്കുന്ന ഒരു ഘട്ടം കൂടി എത്തിയിട്ടുണ്ടല്ലോ.